ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടി ഒരു കാറിലിരിക്കുകയാണ് അവർ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ യാത്ര തുടങ്ങുന്ന സമയത്ത് അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അതിനപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്തത്? അപ്പോൾ ഒരാൾ വരാനുണ്ടോ എന്ന് പറയും. നമ്മൾ എന്തിനാണ് വല്ലവർക്കും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ക്കുന്നത്? നമ്മൾ വല്ലവർക്കും വേണ്ടി അല്ല വെയിറ്റ് ചെയ്ക്കുന്നത്. നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇപ്പം നമ്മുടെ ഒപ്പം വരാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പം രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളും ഡോക്ടറെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളും വന്നു ഇങ്ങനെ പറയട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടിയിൽ അവർ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി വന്ന് വണ്ടി കയറും. അപ്പോഴത്തേക്കും ഗോവിന്ദന് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇവരുടെ ഒപ്പമാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നൊക്കെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ വണ്ടിയെ ഇറങ്ങി വെച്ച് പറയും. അപ്പം ഗീതു പറയുന്നുണ്ട്, നമുക്ക് അത് പറ്റില്ല, ഇങ്ങനെ അമ്മേനെ കൂട്ടാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്മയായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ? എൻ്റെ അമ്മായിയമ്മയായിട്ട് കണ്ടാൽ മതി, അങ്ങനെയൊക്കെ ഗീതു പറയട്ടെ. എൻ്റെ അമ്മായിമ്മയാകുമ്പോൾ നിങ്ങൾക്ക് അമ്മയാവുമല്ലോ, അല്ല അമ്മ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പിന്നെ അപ്പോൾ പറയുന്നത് നമുക്ക് വേറൊരു വണ്ടിയിൽ പോകാം എന്ന് പറയുമ്പോൾ പറയും വേണ്ട, വേറൊരു വണ്ടിക്ക് അവരെ വിടണ്ട. കാരണം എത്ര പെട്രോളിൻ്റെ ചിലവെന്നൊക്കെ അറിയാമോ? ഇത്രയും ദൂരമൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ പെട്രോളിനാണ് ഭയങ്കര റേറ്റാണ്. അപ്പം രഞ്ജുവിൻ്റെ അസുഖത്തിന് വേണ്ടി എത്ര രൂപ ചിലവാക്കിയാലാണ്? അപ്പോൾ ചെറിയ പൈസ വരെ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കണം. പറഞ്ഞ് ഗീതുവിനോട് പറയും, നീ അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാനൊരു പൈസ മുടക്കണേ, അത് കുഴപ്പമില്ല എന്ന് പറയും. ഗീതു പറയാമെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല. ലാസ്റ്റ് ഗോവിന്ദ് സമ്മതിക്കുവാണ് അവരിങ്ങനെ പോകാൻ വേണ്ടി. അവരപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അജാസിനെ വിളിച്ചിട്ട് ആ വണ്ടിയിൽ വരട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കും കേട്ടോ. അങ്ങനെ ഗോവിന്ദ് അജാസിനെ വിളിക്കുവാണ്. അജാസിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഗീതു വിചാരിക്കും, ദൈവമേ അവർണിക ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോഴത്തേക്കും അവർണികയുടെ കോൾ വരും. അപ്പോൾ അവർണിക ചോദിക്കുന്നു, ടൈമിംഗ് കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗീതുവിനോട്. അപ്പോൾ ഓക്കെ, എന്താ പറ്റിയേ? വയറിന് വേദനയാണോ? അയ്യോ എനിക്കെന്തോ വയറിന് പറ്റണില്ല. അപ്പോഴത്തേക്കും സ്പീക്കറിലിടുവാണ്, ഗീതു ഇവിടെ വരെ വാ, ഗീതു എനിക്ക് വയറിന് പറ്റണില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം ഗീതു എന്നൊക്കെ പറയുന്നുണ്ട് അവർണിക. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, എന്താ പറ്റിയ? എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പറയും, നീ ടെൻഷൻ ആവാതിരിക്കുക, ഇപ്പം ഗീതു അങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട്. അജാസിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നാൽ ഗീതുവിനെ വിടാം എന്ന് പറയും കേട്ടോ അവർണികയുടെ അടുത്ത് ഗോവിന്ദ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, അവർണിക നീ ടെൻഷൻ ആകുമൊന്നും വേണ്ട, ഗീതു ഇപ്പം തന്നെ വരും എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അപ്പോൾ അവർണികയ്ക്ക് മനസ്സിലായി ഇതെന്ത്. അപ്പം അവർണിക പറയുന്നുണ്ട് വയറിൽ തൊട്ടിട്ട്, അയ്യോ മോനെ മമ്മിയോട് ക്ഷമിക്കണേ, ആ ഗീതു ആൻറ്റിക്ക് വേണ്ടിയാണ്, ഇതെന്താണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പം മമ്മി ഇങ്ങനെ നുണ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം അപ്പം ഗീതു പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ? ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റുമോ? അപ്പോഴത്തേക്കും അവരുടെ അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നേച്ച് പറയുകയാണ്, അയ്യോ യാത്ര തുടരണം, ഒത്തിരി താമസിച്ച് കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണാൻ പറ്റത്തില്ല, ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റാന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. അപ്പോഴത്തേക്കും ഇപ്പം തന്നെ പോകാമേന്ന് പറയുന്നുണ്ട് ഗീതു. അപ്പം ഗോവിന്ദ് പറയുന്നു, എന്നാൽ ശരി, എന്നാൽ വേറൊരു വണ്ടിയൊന്നും വിളിക്കണ്ട. അപ്പം ഇഷ്ടമല്ലാത്ത കാര്യം നിനക്ക് ഇഷ്ടമല്ലോ, നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അപ്പം ഗീതുവിനോട് ഇങ്ങനെ പറയാം. അപ്പം ഗീതു പറയും അതൊന്നും, അപ്പം ഗോവിന്ദ് പറയും സാരമില്ല, ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട, ഞാൻ പൊക്കോളാം എന്നുള്ള രീതിയിൽ ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടെ പോകുക കേട്ടോ. ഗീതു അജാസിൻ്റെ കൂട്ടത്തിൽ വണ്ടിയെ കയറാനായിട്ട് ഗീതു ഇങ്ങോട്ട് റെഡിയാകും. ഇങ്ങനെ ആ വണ്ടിക്ക് ഗീതു തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുക്കുവാണ്. അപ്പോഴത്തേക്കും വിജയലക്ഷ്മിയോട് പറയും ഇവിടെ ഇരിക്കാൻ ഗീതു പറയാം. അപ്പം ഗീതു പറയുന്നുണ്ട്, എൻ്റെ അമ്മ ആണല്ലോ, എൻ്റെ അമ്മായിയമ്മ ആണല്ലോ ഗോവിന്ദേട്ടൻ്റെ അമ്മ. അല്ല, അയ്യോ അല്ല, ആകെ കയ്യിൽ നിന്ന് പോയില്ലോ എന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ പറയാം. അല്ല, അമ്മ വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ട് റെഡി ആക്കിയിട്ട് അവരങ്ങനെ യാത്ര തുടരുവാണ്. അപ്പം അജാസ് പറയുന്നുണ്ട്, എല്ലാം പ്ലാനിങ്ങും കറക്റ്റായിട്ട് നടന്നൂലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോകുമ്പം ഗീതു പറയുന്നതാണ്, ഇനി രാധികാമ്മ പുറത്ത്, പകരം ഇനി വിജയലക്ഷ്മി അമ്മ വീട്ടിലും ആകും എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയുക കേട്ടോ. അപ്പോഴത്തേക്ക് അജാസ് പറയുന്നുണ്ട്, അപ്പോൾ പറയുന്നത് നിങ്ങളും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഈ പ്ലാനൊക്കെ ഇപ്പോൾ വർക്കൗട്ടായേന്ന് ഇങ്ങനെ ഗീതു പറയുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ പെങ്ങളുടെ പ്ലാനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അവരിങ്ങനെ യാത്ര തുടരുവാണ്. അപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ ഗോവിന്ദിൻ്റെ കയ്യെ പിടിച്ചിട്ട്, മോനെ നിനക്കെന്താ എന്നോടൊന്നും പറയാനില്ലാത്തതെന്ന് ചോദിക്കുന്നു. എനിക്ക് എൻ്റെ നല്ല ഓർമ്മകളൊന്നുമില്ല, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നമ്മളുമായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ല പറയാൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പോകുന്നത് തന്നെ രഞ്ജുവിൻ്റെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, അതാണിപ്പം മെയിനായിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ രഞ്ജുവിന് ആ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പം ഗീതയോടെ ഇറങ്ങി നന്നായി, ഞാനാണ് ഇങ്ങനെ ഏട്ടൻ എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അസുഖത്തിൻ്റെ ചികിത്സയെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കാനും പാടാകും.
എൻ്റെ സെൻസിൽസ് കൊടുക്കാനാണേലും ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ ഡോക്ടറൊക്കെ പറയുമ്പോൾ ഞാനാണ് ഏട്ടൻ എന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലാകുമല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ചികിത്സിക്കാൻ പറ്റത്തില്ലാത്തൊരു അസുഖത്തിന് വേണ്ടി നീ എന്തിനാവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ നീ ഡൊണേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, നീ വണ്ടി നിർത്താൻ പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട്, അവൾ അറിയാതെ തന്നെ ഞാൻ അവൾക്ക് വേണ്ടി ഈ ചികിത്സ ചെയ്യുമെന്ന് പറയുന്നു, രഞ്ജുവിന് വേണ്ടി. അപ്പോൾ പറയും, രഞ്ജു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തീരെ മണ്ടിയൊന്നുമല്ല, അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാം, അതുകൊണ്ട് അവൾ എന്താണേലും ഇതിന് സമ്മതിക്കാൻ പോകത്തില്ല, നീ വണ്ടി നിർത്തുക, ഞാൻ ഈ അസുഖത്തെ കുറിച്ച് പറഞ്ഞ് എൻ്റെ മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, ഇത് ചികിത്സിച്ചാൽ തന്നെ കുറേ പേർക്കുള്ളൊരു അസുഖത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഇത് ഫലപ്രദമാകുകയുള്ളൂ, വെറുതെ എൻ്റെ മോളെ നീ ഈ ഒരു അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് വിഷമിപ്പിക്കാൻ ഞാൻ ഇനി തയ്യാറല്ല എന്ന്, അവൾ മരിക്കുന്നത് വരെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് പോകാൻ താല്പര്യമില്ല, ആ ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ പോകാൻ ഈ പേരിൽ പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ ഇങ്ങനെ വിജയലക്ഷ്മി പറയുവാണ്. എന്നിട്ട് വേഗം അവരുടെ അമ്മ വണ്ടിയിൽ കയറിയിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ പറയും, ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ് എനിക്ക്. അപ്പോഴത്തേക്കും പറയും, നീ കുടിച്ചതിൻ്റെ ബാക്കി എനിക്ക് എച്ചിലല്ല, ഇന്ന് എനിക്ക് നീ കുടിക്കുന്ന അമൃതായിരുന്നു. പിന്നെ അവരിങ്ങനെ യാത്ര തുടരുകയാണ്. എന്നിട്ടൊരു കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ തുടങ്ങും. അപ്പോൾ പറയും, ചായ കുടിക്കുന്നുണ്ടോ, നീ സ്നേഹത്തോടെ ചോദിച്ചതല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഞാൻ സ്നേഹത്തോടെ ചോദിച്ചൊന്നുമല്ല, എനിക്ക് ചായ കുടിക്കാൻ തോന്നി, നിങ്ങൾക്ക് ചായ വേണോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ചായ കുടിക്കുവാണ്. അപ്പോഴത്തേക്കും ഷുഗർ ഇടണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കിതിൽ ഷുഗർ ഇട്ട് അതിനെ വിഷമാക്കണ്ട, എനിക്കല്ലാതെ തന്നെ ഇതൊരു മധുര നിമിഷം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നിങ്ങനെ വിജയലക്ഷ്മി പറയാം. ഗീതു പറഞ്ഞു, നീ നന്നായി പാടുമെന്ന്, ഞാൻ നിനക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന പാട്ടിൻ്റെ ആദ്യ അക്ഷരങ്ങളാന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിനക്ക് അതിന് അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എൻ്റെ ആയി പോയില്ല മോനെ എന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾ കാരണമല്ലേ അതിനെല്ലാം കാരണം, നിങ്ങൾ എന്നെ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, ഞാൻ നിൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പുരുഷൻ മാത്രമുള്ളത് ഗോവിന്ദ് മാധവനാണെന്ന് പറയുന്നു. എന്നിട്ടാണോ നിങ്ങൾക്കും രഞ്ജു എന്നൊരു മോളുണ്ടായതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ ഇതിൻ്റെ കാരണം എന്നൊന്നും നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, അതിനൊരു കാരണം നീ ചോദിക്കുവാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ പറയും, നിങ്ങൾ എൻ്റെ അച്ഛനെ ഇട്ടിട്ട് പോയ സമയത്ത് എല്ലാവരുടെ മുന്നിൽ ആകെ നാണം കെട്ട് നിന്നതാണ് എൻ്റെ അച്ഛൻ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതാണ്, പ്രായം പോലും നോക്കാതെ രാധികാമ്മ എന്നെ ഒരു മകനായി തന്നെയാണ് കണ്ടത്, ഞങ്ങളെ നല്ല രീതിയിൽ നോക്കി, എൻ്റെ അച്ഛനെ മരിക്കുന്നത് വരെയും അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു രാധികാമ്മ, അച്ഛനെ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോകുക അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ രാധികാമ്മനെ പുകഴ്ത്തി സംസാരിക്കുവാണ് ഗോവിന്ദ്. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുവാണ് അവർ രണ്ടുപേരും. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ബാല്യകാലത്തിൻ്റെ നല്ല ഓർമ്മകളാണ് നിങ്ങളെനിക്ക് ഇല്ലാതാക്കിയതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുമ്പോൾ അത് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന വിജയലക്ഷ്മിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.